Hello everyone, on the next video എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സെൻസെക്സ് ആൻഡ് മിഡ് ക്യാപ് നിഫ്റ്റിയുടെ മൺഡേത്തേക്കുള്ള അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് മൺഡേത്തേക്കാണ് ഓൺ ഇല്ലിറ്റ് വീവ് തിയറി ബേസ്ഡ് ആണ്. ഓക്കെ, സോ ഇവിടെ ഷെയറിംഗ് ലെവൽസ് ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ്. ലേൺ ചെയ്യുക ഏൺ ചെയ്യുക ഇതാണ് നമ്മുടെ സ്ട്രാറ്റജി. നിഫ്റ്റി അനാലിസിസ് കിടക്കാം. ഫസ്റ്റ് നിഫ്റ്റി ലാസ്റ്റ് വീഡിയോ ഞാൻ ഇങ്ങനെയൊക്കെ ഷെയർ ചെയ്തായിരുന്നു. ആൻഡ് എൻഡിങ് നല്ല പാറ്റേൺ ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിഫ്റ്റി. എൻഡിങ് നല്ല പാറ്റേൺ ബ്രേക്ക് ഡൗൺ മോർണിംഗ് തന്നെ നല്ല ഹ്യൂജ് ഗ്യാപ്പ് ഡൗൺ ആൻഡ് ഹ്യൂജ് ഫോൾ നമുക്ക് കിട്ടി. ബട്ട് എന്തായിരുന്നു എൻഡിങ് ലെവൽ പാറ്റേൺ ഉണ്ടായിരുന്നു. ഓക്കെ, അതിൻ്റെ എൻഡിങ് ലെവൽ പാറ്റേൺ മീൻസ് പ്രൈസ് ഒത്തിരി എൻഡിങ് ലെവൽ പാറ്റേണിൻ്റെ മറ്റേ ഇതാണ് ഒരു റൂൾ. ദാറ്റ് മീൻസ് പ്രൈസ് ഇൻ കേസ് ഫേക്ക് ബ്രേക്ക് ഡൗൺ അവർ ബ്രേക്ക് ഔട്ട് കാണിക്കുകയാണെങ്കിൽ സഡൻ അകത്ത് കയറണം. സോ ഇന്നത് തന്നെയായി പ്രൈസ് സഡൻ അകത്ത് കയറി തിരിച്ച് കയറി. ഓക്കെ, ഇത് ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്നുകൂടി കാണണം, അപ്പോഴേ ആ പിക്ചർ ക്ലിയർ ആവുള്ളൂ. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞായിരുന്നു പ്രോപ്പർലി എങ്ങനെയാണ് പ്ലേ ചെയ്യേണ്ടത്. ഓക്കെ, എങ്ങനെയാണ് പ്ലേ ചെയ്യേണ്ടത് ഞാൻ ലാസ്റ്റ് വീഡിയോ പറഞ്ഞായിരുന്നു. നമ്മൾ ഇൻ കേസ് പ്രൈസ് വന്ന് ഹോൾട്ട് പ്രൈസ് സപ്പോർട്ട് എടുക്കുവാണെങ്കിൽ അപ്പോഴാണ് നമുക്ക് വേഗം 1 മിനിറ്റ് ടൈം ഫ്രെയിം ഷിഫ്റ്റ് ആവുക. അപ്പോൾ ഞാൻ മോർണിംഗിൽ ബ്രേക്ക് ഡൗൺ ആയി, നോ പ്രോബ്ലം. ബട്ട് ഇവിടെ ഒരു പിൻ ബാർ ക്യാൻഡിൽ ഫോം ചെയ്തായിരുന്നു. ഇത് കണ്ടോ, പിൻ ബാർ ക്യാൻഡിൽ പ്രൈസ് ഇവിടെ കുറച്ച് നേരം നിന്നു. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്തു, വേഗം 5 മിനിറ്റ്സ് ഓർ 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ വന്നു. ഞാൻ ലാസ്റ്റ് വീഡിയോ എക്സാക്ട്ലി പറഞ്ഞായിരുന്നു നമ്മൾ എന്താ ചെയ്യേണ്ടത്. സോ പ്രൈസ് ഇവിടുന്ന് എന്തായി, പ്രൈസ് ബൗൺസ് ചെയ്ത് തിരിച്ച് വരാൻ നേരത്തെ പ്രൈസ് സപ്പോർട്ട് എടുക്കേണ്ടത് എവിടെയാണ്? ഈ പ്രൈസ് ഫസ്റ്റ് ബൗൺസ് തന്നു. സെക്കൻഡ് വേവിൻ്റെ റീട്രേസ്മെൻറ്റ് ആണെങ്കിൽ ഫോൾ ആണെങ്കിൽ ഈ ലോ ബ്രേക്ക് ചെയ്യും. റീട്രേസ്മെൻറ്റ് ആണെങ്കിൽ മാക്സിമം 81.20% വരെ വരാവുള്ളൂ. അത് ഇല്ലിറ്റ് വീവ് തിയറിയുടെ റൂളാണ്. പ്രൈസ് വന്നത് എക്സാക്ട്ലി പിൻ പോയിൻറ്റ് 81.20%. ദാറ്റ് മീൻസ് നമുക്കൊരു കൺഫർമേഷൻ കിട്ടി പ്രൈസ് ഇവിടെ ഹോൾഡ് ചെയ്യാണ്. പ്രൈസ് ഫർദർ അപ്സൈഡ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. കൺഫർമേഷൻ കിട്ടിയില്ല, ബട്ട് യെസ് ഒരു ഐഡിയ കിട്ടിയുള്ളൂ ഈ ഒരു ഏരിയയിൽ. അല്ലാണ്ട് കൺഫർമേഷൻ കിട്ടത്തില്ല. കൺഫർമേഷൻ എപ്പോഴും കിട്ടും? ഫസ്റ്റ് വേവേണ്ട ഹൈ. കാരണം വെച്ചാൽ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് കൺഫർമേഷൻ കിട്ടുള്ളൂ പ്രൈസ് എൻറ്റേർഡ് ഇൻ എ തേർഡ് വേവ് ഓർ പ്രൈസ് ഇമ്പൾസിലേക്ക് പോവുകയാണ്. ദാറ്റ് മീൻസ് ജെന്വിൻ ഒരു ബൈ ഓർ ജെന്വിൻ ഷോർട്ട് കവറിങ്, ജെന്വിൻ തേർഡ് വേവിൽ എൻറ്റേർഡ് ചെയ്യാൻ പോവുക. തേർഡ് വേവ് എപ്പോഴും എങ്ങനെയാണ്, നല്ല ഹെൽത്തി കണ്ടീഷനിൽ സൂപ്പർ ബുള്ളിഷ് ടൈപ്പ് വേണം തേർഡ് വേവ് പോകാൻ. ഇന്ന് അതേപോലെ പ്രൈസ് മോളിലേക്ക് പോയിട്ടുണ്ട്. ഓക്കെ, ആൻഡ് അത് കഴിഞ്ഞിട്ട് തേർഡ് വേവ് തേർഡ് ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കൗണ്ട് ചെയ്യുന്നത്? തേർഡ് ആണെങ്കിൽ എക്സ്റ്റെൻഡഡ് ഫിബൊനാച്ചി എടുക്കും ഫ്രം 0 ബോട്ടം ടു ഫസ്റ്റ് വേവിൻ്റെ ഹൈ ആൻഡ് സെക്കൻഡ് വേവ് കിട്ടിക്കഴിഞ്ഞാൽ സെക്കൻഡ് ലോ. ഓക്കെ, റൂൾ തന്നെയാണ് നിഫ്റ്റി. ഞാൻ എപ്പോഴും ഞാൻ പറയാറുണ്ട്, എൻ്റെ ചാനൽസിൽ ഞാൻ ഇഷ്ടംപോലെ ലേണിംഗ് വീഡിയോസ് ഷെയർ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഇല്ലിറ്റ് വീവ് തിയറി ബേസിൽ എങ്ങനെയാണ് സെക്കൻഡ് വേവിൻ്റെ ഫോൾ എത്ര വരെ വരാവുള്ളൂ, തേർഡ് എങ്ങനെയൊക്കെ പോകണം, തേർഡ് എത്രയ്ക്ക് പോകാറുണ്ട്, അതെല്ലാം ഞാൻ പ്രോപ്പർലി ഷെയർ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ മസ്റ്റായിട്ട് കാണണം. ആ വീഡിയോയുടെ ലിങ്ക് കമൻറ്റ് സെക്ഷനിൽ ഞാൻ പിൻ ചെയ്തേക്കാം. അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ലേൺ വിത്ത് ഫർമാൻ, അതിൻ്റെ പ്ലേലിസ്റ്റിലുണ്ടാകും. പ്ലേലിസ്റ്റ് ലേണിംഗ് വീഡിയോസ് ഞാൻ ജസ്റ്റ് കാണിച്ച ഇതാണ് നമ്മളിൽ ചാനൽ ലേൺ വിത്ത് ഫർമാൻ. ആൻഡ് ഇതിൻ്റെ ഹോം, വീഡിയോ ഷോർട്സ് ആൻഡ് പ്ലേലിസ്റ്റ് ഇതാണ് 4th ഓപ്ഷൻ. പ്ലേലിസ്റ്റ് നമ്മൾ പോകുമ്പോൾ ലാസ്റ്റ് ഫോൾഡറാണ് ലേണിംഗ് വീഡിയോസ്. 33 ലേണിംഗ് വീഡിയോസ് ഉണ്ട്. അതിൻ്റെ ഫുള്ളി സ്റ്റാർട്ടിങ്ങിൽ വരുന്ന വീഡിയോസ് എല്ലാം ഞാൻ ഷെയർ ചെയ്തേക്കുന്നത് നമ്മുടെ ഈ വീഡിയോസാണ്. മറ്റേ ഇല്ലിറ്റ് വീവ് തിയറി ബേസ്ഡ് ആണ്. ഈ ഒരു വീഡിയോ നമ്മുടെ തംബ്നെയിലുള്ള ഒരു വീഡിയോ ഉണ്ടല്ലോ, ഇവിടെ തന്നെയാണ് ശരിക്കും ഇല്ലിറ്റ് വീവ് തിയറിയുടെ നോർമൽ 1, 2, 3 നോർമൽ പ്രോപ്പർ ബിഗിനേഴ്സിൻ്റെ ഇല്ലിറ്റ് വീവ് തിയറി 1, 2, 3, 4, 5 എങ്ങനെ നമ്മൾ ജനുവരി കൗണ്ട് ചെയ്യും, സ്റ്റാർട്ടിങ് എങ്ങനെയാണ്. ഈ 3 വീഡിയോസ് മസ്റ്റായിട്ട് എല്ലാവരും കാണണം. വ്യൂസ് ഇതിനകത്ത് കുറവാണ്, കാരണം നിങ്ങൾ കാണുന്നില്ല. അത് കണ്ടാലേ ബേസിക് മനസ്സിലാവുകയുള്ളൂ. അതാണ് എനിക്ക് പറയാനുള്ളത്. ബേസിക് ഈ വീഡിയോസിലാണ്, ഈ 3 വീഡിയോസിൽ ബേസിക്കാണ്. പിന്നെയാണ് കറക്ഷൻ, എക്സ്പാൻഡ് ഒരു പാറ്റേൺ എക്സ്പ്ലനേഷൻ പിന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി ടഫായിരിക്കും പിന്നെ അങ്ങാട്. ബട്ട് അതാണ് ബേസിക് മനസ്സിലാക്കി. മാർക്കറ്റ് സ്ട്രക്ചർ അങ്ങനെ മൂവ് ചെയ്യാറുണ്ട്, അങ്ങനെ മൂവ് ചെയ്യുള്ളൂ. ഇതാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് മനസ്സിലാവും. എലിവേറ്റ് നമുക്ക് പ്രൈസ് ആക്ഷൻ എല്ലാവരും പറയാറുണ്ടല്ലോ. പ്രൈസ് ആക്ഷൻ മീൻസ് ഹൈ ലോ, ഹയർ ലോ, ഹയർ ലോ, ഹയർ ലോ. ബട്ട് പ്രൈസ് ആക്ഷൻ അങ്ങനെ, ഓക്കെ, ഞാൻ അതിൻ്റെ റോങ് അല്ല പറയുന്നത്. പ്രൈസ് ആക്ഷൻ അങ്ങനെ പറയും. ബട്ട് എലിവേറ്റ് വേവ് തിയറി നമുക്ക് പറഞ്ഞു തരും ഒരു ഫസ്റ്റ് വേവിൽ എത്ര മൂവ്സ് ഉണ്ടോ, സെക്കൻഡ് ABC ആയിട്ട് വരുള്ളൂ, ഇത്ര പെർസെൻറ്റേജ് വരും, ആൻഡ് തേർഡ് എത്രയ്ക്ക് പോകും, ആൻഡ് തേർഡ് എക്സ്റ്റൻഷനിൽ പോകുമോ ഇല്ലയെന്ന്, എക്സ്റ്റൻഷനിൽ എത്ര മൂവ്സ് ഉണ്ടാകും, എപ്പോഴാണ് നമുക്ക് അവിടെ നിൽക്കേണ്ടതാണ്, എപ്പോഴാണ് നമ്മൾ പോസ് എടുക്കേണ്ടത്. നമ്മുടെ റെസിസ്റ്റൻസ് ലെവലൊക്കെ ലൈവ് മാർക്കറ്റിൽ നമുക്ക് തന്നെ സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് കിട്ടും.
ഓക്കെ. അല്ലാണ്ട് ഇവിടെ നമ്മൾ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. ഇത് റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു യെസ്റ്റർഡേ ലോ, ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യും, അതൊക്കെ എന്നിട്ട് റെസിസ്റ്റൻസ് ആണ്, പിന്നെ താഴേക്ക് അതെങ്ങനെ ഗ്യാപ്പ് ഫില്ല് ചെയ്യും? കാരണം വെച്ചാൽ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് ഇത്ര വരെ പോകും. ഒത്തിരി പേരുടെ അങ്ങനെയൊക്കെ ഒരു സജഷൻ ഞാൻ കാണാറുണ്ട്, ഇല്ലയെന്നല്ല, നമുക്ക് എല്ലാവർക്കും അത് അറിയാൻ പറ്റും. ഒത്തിരി പേര് പറയുന്നത് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പോകുക എന്നിട്ട് റെസിസ്റ്റൻസ് എടുത്ത് പിന്നെ താഴേക്ക് വരും. മനസ്സിലാക്കിയെടുക്കുക, പ്രൈസ് 1 to 3 പോകുന്നത്, പിന്നെ 4th കൺസൾട്ടേഷൻ 5th പിന്നെ ബ്രേക്ക് ഔട്ട് തരും. എങ്ങനെ നിങ്ങൾ ഗ്യാപ്പിൻ്റെ ആ തിയറി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ എൻഡിങ് ലെവൽ പാറ്റേൺ ഉണ്ട്. എൻഡിങ് ലെവൽ പാറ്റേൺ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ. എൽലിറ്റ് വേവ് തിയറി പഠിക്കുന്ന പിള്ളേർ ഇവർക്ക് എല്ലാവർക്കും അറിയാം. ലീനിയർ പാറ്റേൺ മീൻസ് എൻഡ് ഓഫ് ദാറ്റ് ഫോൾ. ഏത് ടൈം ഫ്രെയിമിലാണ് ആ ടൈം ഫ്രെയിം അനുസരിച്ച് എൻഡ് ഓഫ് ദാറ്റ് ഫോൾ. ഈ 5 minutes ടൈം ഫ്രെയിം 5 minutes എൻഡ് ഓഫ് ഫോൾ. ഇനി ഫോർദർ നെക്സ്റ്റ് നമ്മുടെ ലെഗ് സ്റ്റാർട്ടായി, നെക്സ്റ്റ് അപ്സൈഡ് ലെഗ് സ്റ്റാർട്ടായി. ഓക്കെ. സോ അതാണ് ഇപ്പോൾ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. സോ തേർഡ് വേവ് ഓൺ ഗോയിങ് ആണ്. തേർഡ് വേവിൻ്റെ നല്ല ഒരു ടാർഗറ്റ് അടിച്ചിട്ടുണ്ട് പ്രൈസ്. ഓക്കെ. ഇനി എന്താണ്? ഇനി കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ. ഞാൻ ഈ ലെവൽ ഡിലീറ്റ് ചെയ്യുകയാണ്. ഓക്കെ. ഇനി റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടിരിക്കുന്ന പ്രൈസ് ഇത് ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഇവിടുന്ന് റെസിസ്റ്റൻസ് എടുത്തുകൊണ്ട് ഈ ഒരു നമ്മുടെ ആ എൻഡിങ് ലൈൻ പാറ്റേണിൻ്റെ ഈ ട്രെൻഡ് ലൈൻ. ബട്ട് അത് ആ ട്രെൻഡ് ലൈൻ 0 to ഇവിടുന്ന് 0 ആണ്, നമ്മളിത് പറഞ്ഞത് 0 to ഇതിൻ്റെ ട്രെൻഡ് ലൈനാണ്. ഇത് വന്നുകൊണ്ടിരിക്കുന്നതാണ്. പ്രോപ്പർലി റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടിരിക്കുക. ഓക്കെ. ഇനി റെഗുലർ സബ്സ്ക്രൈബേഴ്സ് അവർക്ക് നന്നായിട്ട് അറിയായിരിക്കും എന്താണ് പ്രൈസ് പോയിരിക്കുന്നത്. 1 2 3 ത്രീയിൽ 5 moves ഉണ്ടാകും. അതാണ് ഐ തിങ്ക് സോ എനിക്കും ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് ഇവിടെ. അതുകൊണ്ട് 1 2 3 4 and 5 3യുടെ ഒരു 3 വേവിൽ 5 ഇൻറ്റേർണൽ മൂവ്സ് ഉണ്ടാകും. അതാണ് എനിക്കിപ്പോൾ ഇവിടെ കാണുന്നത്. 1 2 3 4 5. എപ്പോഴും ശ്രദ്ധിക്കുക, സ്മോൾ ടൈം ഫ്രെയിമിൽ എപ്പോഴും മാർക്കറ്റ് കൺഫ്യൂസ് ചെയ്യും. അതുകൊണ്ട് ആരും സജസ്റ്റ് ചെയ്യില്ല സ്മോൾ ടൈം ഫ്രെയിമിൽ ട്രേഡ് ചെയ്യാൻ. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ ജസ്റ്റ് ബേസിക് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക, ലേണിംഗ് പർപ്പസ് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ സ്മോൾ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് ഒത്തിരി ട്രാപ്പ് ചെയ്യും. സോ അതുകൊണ്ട് നമ്മൾ നോക്കിയിട്ട് വേണം പ്ലേ ചെയ്യാൻ. ഓരോരോ വേവിൽ ഓരോരോ പാറ്റേൺസ് ഉണ്ടാകും. ആ പാറ്റേൺ ഫോളോ ചെയ്ത് നമ്മൾ ട്രേഡ് എടുക്കുകയാണെങ്കിൽ മച്ച് ബെറ്ററാണ്. ഓക്കെ. സോ ഇതാണ് 5 ഇൻറ്റേർണൽ മൂവ്സ്. ഓക്കെ. 5 ഇൻറ്റേർണൽ മൂവ്സ് ആണ് ഇതിനകത്ത് ഇപ്പോൾ കാണുന്നത് ഇതിൻ്റെ. ഓക്കെ. ഇത് കണ്ടോ, ഇത് തേർഡ് വേവ്. ദാറ്റ് മീൻസ് തേർഡ് വേവ് അവിടെ കംപ്ലീറ്റ് ആയി. ഓക്കെ. ഫുള്ളി നമ്മൾ നോക്കുവാണെങ്കിൽ തേർഡ് വേവ് ഫുള്ളി ഫ്രം ബോട്ടം ടു നോക്കുവാണെങ്കിൽ 1 2 ഇത് ഫുൾ 3യുടെ അകത്താണ് ഈ 5 മൂവ്സ് ഞാൻ പറഞ്ഞത്. 1 2 3 4 5. ഓക്കെ. ആൻഡ് ദെൻ ഇപ്പോൾ കാണുന്നത് ഞാൻ ഇത് 4 ആണ്. ആൻഡ് ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ വി ക്യാൻ ഗോ ഫർദർ അപ്പ് സൈഡ്. അത് 5th ആയിരിക്കും. ഓക്കെ. 4th ഏത് പാറ്റേൺ ഫോം ചെയ്യും മാർക്കറ്റ്? 4th ട്രയാങ്കിൾ പാറ്റേൺ ഫോം ചെയ്യും. ആൻഡ് റെഗുലർ വ്യൂവേഴ്സ് യു ക്യാൻ സി ആ ട്രയാങ്കിൾ പാറ്റേൺ, റൈറ്റ്? ഇതാണ് മാർക്കറ്റ്, ഇതാണ് സ്ട്രക്ചർ. മനസ്സിലായോ? ഇതാണ് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, മാർക്കറ്റ് സ്ട്രക്ചർ മനസ്സിലാക്കിയെടുക്കുക. പാറ്റേൺ മസ്റ്റാണ്. ഏത് വേവിൽ ഏത് പാറ്റേൺ ഫോം ചെയ്യും അത് നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി ആ ഒരു ലേണിംഗ് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ പാറ്റേൺ അവിടെ ഫോം ചെയ്യണം. ദാറ്റ് മീൻസ് അത് തന്നെ ആ ഒരു വേവ് തന്നെയാണ്, റൈറ്റ്? ആ ഒരു വേവ് തന്നെയാണ് അത് ശ്രദ്ധിക്കുക എല്ലാവരും കൂടി. സോ ഇതാണ് ഞാനിപ്പോൾ കാണുന്നത്. ഇതാണ്. ഇനി വീക്ക്നെസ് തുടങ്ങുന്നത് എങ്ങനെയാണ്? പിന്നെ ഫോൾ എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫോൾ ഈ സെക്കൻഡ് ഫോൾ ആൻഡ് 4th ഫോൾ ഓൾമോസ്റ്റ് സിമിലർ ഉണ്ടാവണം. ഇപ്പോൾ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ഫോളിൻ്റെ അത്ര വേറെ എവിടെയെങ്കിലും ഫോൾ കാണുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് അത് ഒരു ഫോൾ ഈ ഒരു ഫോൾ നമ്മൾ കൗണ്ട് ചെയ്യണത് ഇങ്ങനെയാണ്. ഇത് ഓൾമോസ്റ്റ് എത്ര പോയിൻറ്റ്സിൻ്റെ ഫോളാണ്? 60 പോയിൻറ്റ്സിൻ്റെ ഫോളാണ്. ഓക്കെ. ഇത് നോക്കുവാണെങ്കിൽ ഈ ഫോൾ നമ്മൾ കൗണ്ട് ചെയ്യണമെങ്കിൽ ഓൾമോസ്റ്റ് 90 പോയിൻറ്റ്സിൻ്റെ ഫോളാണ്. ഓൾമോസ്റ്റ് സിമിലർ പോയിൻറ്റ്സിൻ്റെ ഫോളാണ് ഇത് പറയാം. ദാറ്റ് മീൻസ് ആ ഓവർലാപ്പിംഗ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ, 5% ഓവർലാപ്പിംഗ് ഉണ്ടാവും. ദാറ്റ് മീൻസ് മറ്റ് ഈ ഫോളിനേക്കാളും നമ്മുടെ ഈ ഫോൾ 60 പോയിൻറ്റ്സ് ആണല്ലോ, ഈ ഫോളിനേക്കാൾ 1.5 times കൂടുതലാണ്. 1.5. ദാറ്റ് മീൻസ് ഇത് 60 പോയിൻറ്റ്സ് ഫോളാണ്. അതിൽ 30 കൂടി ആഡ് ചെയ്ത 90. ദാറ്റ് മീൻസ് 1.5. ഓക്കെ. 1.5 കൂടുതലാണ് ഇതിൻ്റെ ഫോൾ. അത് നിങ്ങൾക്ക് എങ്ങനെ ന്യൂ സബ്സ്ക്രൈബേഴ്സ് ഇതിൽ തന്നെ ചോദിക്കും, നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? എങ്ങനെ അറിയാം? അതിൻ്റെ ഫുൾ തിയറി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് മസ്റ്റായിട്ട് റെഗുലർ വീഡിയോസ് കാണണം. ഇങ്ങനെ ഫിബൊനാച്ചി വെക്കുകയാണെങ്കിൽ 4th ഫോൾ 3rd എക്സ്റ്റൻഷനിലാണെങ്കിൽ 38.20% മാക്സിമം വരാറുള്ളൂ. 38.20% എക്സ്റ്റൻഷനിലാണ്. നോർമൽ കേസസിൽ 4th ഫോൾ 50% വരുള്ളൂ. ബട്ട് 3rd എക്സ്റ്റൻഷനിലാണ്. 3rഡിലും മാത്രമേ 1 2 3 4 5 മൂവ്സ് ആണ് പോയേക്കണേ. ഓക്കെ. സോ
മാക്സിമം 38.20% വരാറുള്ളൂ. ആൻഡ് അവിടെ എക്സാക്ട്ലി ഒരു ഹെൽത്തി ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്തേക്കുന്നുണ്ട് എക്സാക്ട്ലി. ഓക്കെ, ആൻഡ് ദെൻ പ്രൈസ് വീണ്ടും കൺസൾട്ടേഷൻ. ഇവിടെ ഞാൻ ട്രേഡ് എടുക്കത്തില്ല, എനിക്ക് തന്നെ പറയാം, ഞാനിവിടെ ട്രേഡ് എടുക്കത്തില്ല. ബട്ട് യെസ്, ഞാൻ വെയിറ്റ് ചെയ്യും. യെസ്, എക്സാക്ട്ലി പ്രൈസ് 30.80% എടുക്കുന്നുണ്ടോ, സപ്പോർട്ട് എടുക്കുന്നുണ്ടോ? യെസ് എടുക്കുന്നുണ്ട്. പ്രൈസ് മുകളിലേക്ക് പോകുന്നുണ്ടോ? യെസ്. അപ്പോൾ എനിക്കറിയാം അവിടെ തേർഡ് എക്സ്റ്റൻഷനിലാണെങ്കിൽ ഫോർത്ത് വേവ് മോസ്റ്റ്ലി ചാൻസസ് ഉണ്ട് അവിടെ ട്രയാങ്കിൾ പാറ്റേൺ തന്നെ ഉണ്ടാക്കും. ഡയറക്റ്റ്ലി പോകാം, ഇല്ലയെന്നുള്ള ചാൻസസ് ഉണ്ട്, ബട്ട് ട്രയാങ്കിൾ പാറ്റേൺ ഉണ്ടാക്കും. ട്രയാങ്കിൾ പാറ്റേൺ ഉണ്ടാക്കിയാൽ പിന്നെ നമുക്ക് അതല്ലേ നല്ലത്. കാരണം വെച്ചാൽ ഇവിടെ കൺസൾട്ടേഷൻ ആയിരിക്കും. കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ പാറ്റേണിലും എത്ര എൻട്രോൾ മൂവ്സ് ഉണ്ടാകും? എത്ര എൻട്രോൾ മൂവ്സ് ഉണ്ടാകും? 5 മൂവ്സ് ട്രയാങ്കിൾ പാറ്റേണിൻ്റെ അകത്തുണ്ടാവാറുണ്ട്. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഫുൾ കാണണം. അതാണ് ഇല്ലിയറ്റ് വേവ് തിയറി. അതാണ് അത്രയ്ക്ക് ക്ലിയർ ആണ് ഇല്ലിയറ്റ് വേവ് തിയറി. അതിൻ്റെ അകത്ത് ABC ആണ് നമ്മൾ കൗണ്ട് ചെയ്യാറുള്ളത്. ഞാനിപ്പോൾ ജസ്റ്റ് 1 2 3 4 ഇത് 1 2 3 ഇനി 4 and 5 ഇങ്ങനെയാണ് 5 മൂവ്സ് കംപ്ലീറ്റ് ആവുള്ളൂ ഇതിൻ്റെ അകത്ത്. ഓക്കെ, 5 മൂവ്സ് നോർമലി ഇല്ലിയറ്റ് വേവ് തിയറി നമ്മൾ ഇല്ലിയറ്റ് വേവ് തിയറിയിൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ട്രയാങ്കിളിൻ്റെ അകത്ത് നമ്മൾ കൗണ്ട് ചെയ്യുന്നത് ഇത് ശരിക്കും എങ്ങനെ കൗണ്ട് ചെയ്യുന്നത് ABCDE അങ്ങനെയാണ് കൗണ്ട് ചെയ്യാറുള്ളൂ. ബട്ട് ഇത് ഞാൻ ജസ്റ്റ് കാണിച്ചിങ്ങനെ 1 2 3 4 5 ദാറ്റ് മീൻസ് എനിഹൗ 5 മൂവ്സ് ആണ് വരുന്നത്. സോ മൺഡേ മോസ്റ്റ്ലി ചാൻസസ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആൻഡ് ദെൻ താഴേക്ക് പ്രൈസ് കൊണ്ട് തിരിച്ച് മുകളിലേക്ക് കയറുകയാണെങ്കിൽ മച്ച് ബെറ്റർ ആയിരിക്കുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ 5th ടാർഗറ്റ് എടുക്കാനാണെങ്കിൽ എങ്ങനെ ചെയ്യുക? ഈ 3rd ഹൈ ആൻഡ് 4th ലോ ഇതാണെങ്കിൽ, ഇത് തന്നെ 4th ലോ ആണെങ്കിൽ ഇത് ഫിബൊനാച്ചി ഇങ്ങനെ യൂസ് ചെയ്യേണ്ടതാണ്. ഈ വേവിൽ ഇങ്ങനത്തെ ഫിബൊനാച്ചി മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. 5th ടാർഗറ്റ് എടുക്കാനാണെങ്കിൽ ഇങ്ങനെയാണ് ഫിബൊനാച്ചി എടുക്കുക. 127%, 161.80%. നോർമൽ കേസസിലാണ് മാക്സിമം 261.80% വരെ പോകാനുള്ള പവർ ഈ വേവിൽ ഉണ്ടാവാറുണ്ട്, 5th വേവിൽ. റൈറ്റ്, ഇതാണ് നമ്മുടെ ഇല്ലിയറ്റ് വേവ് തിയറി. ആൻഡ് ഇങ്ങനെയാണ് നമ്മൾ ഫോളോ ചെയ്യാറുണ്ട്. ആൻഡ് യെസ്, നെക്സ്റ്റ് പറയാനുള്ളത് ഫസ്റ്റ് വേവ് എത്രയാണ് ഓർ തേർഡ് വേവ് ആയിട്ട് ലെങ്ത് നമ്മൾ ശ്രദ്ധിക്കുക. ഓക്കെ, എപ്പോഴും ഇല്ലിയറ്റ് വേവ് തിയറി എനി 2 ഇമ്പൾസീവ് വേവ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വേവ് ആൻഡ് തേർഡ് വേവ് ആൻഡ് 5th വേവ്. എനി 2 ഇമ്പൾസീവ് വേവ് ഓൾമോസ്റ്റ് സിമിലർ ഉണ്ടാവും. സോ 5th വേവ് ഇൻ കേസ് ഇത്ര ഷോർട്ട് ആണെങ്കിൽ 5th വേവ് സംടൈംസ് ഷോർട്ട് ഈ 1 വേവിൻ്റെ ഈക്വൽ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ടാകും. സോ ശ്രദ്ധിക്കുക, ട്രാപ്പ് ആവേണ്ട. ഓക്കെ, ട്രാപ്പ് ആവേണ്ട. അല്ലെങ്കിൽ 3rd വേവിൻ്റെ ഒപ്പമാണെങ്കിൽ ദറ്റ് മീൻസ് ഇത് ഇത്ര വരെ പോകാനുള്ള ചാൻസസ് ഉണ്ടാവും. എത്ര ലെങ്ത് വരെ പോകാനുള്ള ചാൻസസ് ഉണ്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. 3rd ഇത് ഇവിടെ നിന്നാണ് 3rd സ്റ്റാർട്ടായി ആൻഡ് എൻഡ് ആയത്. ഇത് ഇത്ര പോയിൻറ്റ്സ് ആണ് ഓൾമോസ്റ്റ്. അത് 200 പോയിൻറ്റ്സ് ഇവിടെ വെക്കുക 4th ലോയിൽ. അല്ലെങ്കിൽ ദെൻ 700 ടാർഗറ്റ് വരുന്നുണ്ട്, 670 680. ഓക്കെ, സോ അത്ര വരെ പോകാനുള്ള പവർ ഇതിനകത്ത് കാണുന്നുണ്ട്. ആൻഡ് നോർമൽ നമ്മളിവിടെ ഇത് വെക്കുകയാണെങ്കിൽ ഫിബൊനാച്ചി വെക്കുകയാണെങ്കിൽ 261% അവിടെയും വരുന്നുണ്ട്. 700 കണ്ട അവിടെയും വരുന്നുണ്ട്. 261 ഇങ്ങനെയും വരുന്നുണ്ട്, അങ്ങനെയും വരുന്നുണ്ട്. സോ ഈ വേവ് ഗ്യാരണ്ടി ഒന്നുമില്ല, കാരണം മാർക്കറ്റ് സ്ട്രക്ചർ മനസ്സിലാക്കി എടുക്കണം. സോ അത്രയ്ക്ക് പവർ ഇതിനകത്തുണ്ട്. അതാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇനി റെസിസ്റ്റൻസ് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ 3rd വേവിൻ്റെ ഹൈ റെസിസ്റ്റൻസ് ആണ്. ഇത് ബ്രേക്ക് ആവുന്നവരെ നമ്മൾ 5th വേവിൽ എൻറ്റേർഡ് ആയിട്ടില്ല. 4th വേവിൻ്റെ ഈ ഒരു ടൈമിൽ 4th വേവിൻ്റെ ലോ ഇതാണ്. ഈ ഒരു ടൈമിൽ അത് നമ്മുടെ സപ്പോർട്ടാണ്. ഇത് ബ്രേക്ക് ആവുന്നവരെ ബിയറിഷ്നെസ് ഇല്ല മാർക്കറ്റിൽ. ഓക്കെ, ബിയറിഷ്നെസ് മാർക്കറ്റിൽ ഇല്ല. ഇത് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ മാത്രമേ ഫർദർ ബിയറിഷ്നെസ് സ്റ്റാർട്ട് ആവുള്ളൂ. ഫർദർ നമുക്ക് ഡൗൺ സൈഡ് നോക്കുക. ഓക്കെ, ഇത് ബ്രേക്ക് ആവുകയാണെങ്കിൽ. സോ ഇത്ര ഐ തിങ്ക് ക്ലിയർ ആയിട്ടുണ്ടാകും. ഓക്കെ, ഒന്നുകൂടി ലേണിംഗ് സെഷനാണ്, ലേണിംഗ് വീഡിയോ നമ്മൾ എല്ലാവർക്കും അറിയാലോ, ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. ഇതിനകത്ത് തന്നെ ഞാൻ ആ ലേണിങ്ങിൻ്റെ പാർട്ട് ഞാൻ ഇതിനകത്ത് ഷെയർ ചെയ്തേക്കാം. എൻ്റെ റെഗുലർ വ്യൂവേഴ്സ്, ഒത്തിരി പഴയ വ്യൂവേഴ്സ് ഉണ്ട്, 1.5 year ആയി എന്നെ ഫോളോ ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഞാൻ അവരോട് അവർക്ക് എന്തെങ്കിലും അവർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഷെയർ ചെയ്യാനുള്ള ലേണിംഗ്. സോ വീക്കെൻഡ് ആകുമ്പോഴത്തേക്ക് മസ്റ്റായിട്ടൊരു ലേണിംഗ് ആണ്. ഇതാണ് ഇന്നത്തെ ഒരു ലേണിംഗ് വീഡിയോ. ഇന്നത്തെ ലേണിംഗ് വീഡിയോയിലെ പാർട്ടാണ് ഇത്. മീൻസ് ഇത് നമ്മുടെ 5th വേവ്. ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു ട്രയാങ്കിളാണ്. ഓക്കെ, 3rd വേവ് കംപ്ലീറ്റ് ആയി. ഇവിടെ 4th ആണ്. ഇത് 4th ഇവിടെ കൺസൾട്ടേഷൻ ട്രയാങ്കിൾ പാറ്റേൺ ഫോം ചെയ്യുന്നുണ്ട്. റൈറ്റ്, 4th വേവിൽ ട്രയാങ്കിളിൻ്റെ അകത്ത് ഇൻറ്റേർണൽ 5 മൂവ്സ് ABCയുടെ 5 മൂവ്സ് ഉണ്ടാകുമല്ലോ. ഇത് തന്നെ എടുക്കുക. ഓക്കെ, സോ ഇത് 1 2 3 എല്ലാം നിങ്ങൾ ABC കൗണ്ട് ചെയ്ത് ABCDE ഇത് ഇങ്ങനെ കൗണ്ട് ചെയ്തു. ഓക്കെ, സോ ABCയുടെ അകത്ത് ഇതാണ് പാറ്റേൺ. ഓക്കെ, ദെൻ ഇവിടുന്ന് മാർക്കറ്റ് ഇനി ഇവിടുന്ന് ബ്രേക്കൗട്ട് തരാൻ തുടങ്ങി. മാർക്കറ്റ് ബ്രേക്കൗട്ട് സ്റ്റാർട്ടായി നമ്മുടെ സപ്പോസ് മാർക്കറ്റ് മൺഡേ നമ്മൾ ബ്രേക്കൗട്ട് ആകുമ്പോഴത്തേക്ക് എന്തായി? പ്രൈസ് ഇവിടുന്നാണ് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുള്ളൂ. സോ കയറുമ്പോഴത്തേക്ക് പ്രൈസ് ഇവിടുന്ന് കയറും 1
2 3 4 or 5. ഓക്കെ, അങ്ങനെയല്ലോ 5. അതിനകത്ത് എത്ര മൂവ്സ് ഉണ്ടാകും? ഫിഫ്ത്ത് വേവിലും എത്ര മൂവ്സ് ഉണ്ടാകും? 5 മൂവ്സ് ഉണ്ടാകും, റൈറ്റ്? സോ 5 മൂവ്സ് ഉണ്ടാകുന്നതിന് മുന്നേ നമുക്ക് എവിടെ നിന്ന് കൗണ്ട് ചെയ്യേണ്ടതാണ്. അപ്പം ആ ഒരു സിറ്റുവേഷൻ കൗണ്ടിങ് എവിടെ നിന്ന് തുടങ്ങണം? കൗണ്ടിങ് തുടങ്ങണം ഇവിടെ നിന്നാണല്ലോ നമ്മൾ തുടങ്ങാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വേവ് ഇതാണ്. ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ളതാണ് ഫസ്റ്റ് വേവ് ഇതാണ്. ബാക്കി ഇതെല്ലാം ഇതിൻ്റെ ഇൻറ്റേർണൽ മൂവ്സാണ്. മനസ്സിലായോ? ശ്രദ്ധിക്കുക, ഇത് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ. ശ്രദ്ധിക്കുക. അപ്പോൾ ഫസ്റ്റ് വേവ് ബ്രേക്ക് ഔട്ടായി, ഈ ട്രയാങ്കിൾ ബ്രേക്ക് ഔട്ടായി, റൈറ്റ്? അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ശ്രദ്ധിക്കാനുള്ളതാണ് പ്രൈസിൻ്റെ ഇത് 1 ആണ്, ഇത് 1 ആണ്, ഇതാണ് 2. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഇത് നടക്കുന്ന ഈ ഒരു പാർട്ട് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അത് കൗണ്ടല്ല, കാരണം വെച്ചാൽ അത് 0 to 1 അകത്തുള്ള പാർട്ടാണ്. 0 to 1 അകത്തുള്ള പാർട്ട്. അപ്പോൾ പിന്നെ ഇത് ഹൈ ക്രോസ് ചെയ്യുമ്പോഴത്തേക്കായിരിക്കും തേർഡ്, പിന്നെ 4th and 5th പിന്നെ മുകളിലേക്ക് പോവുള്ളൂ. മനസ്സിലായോ? ആ ഏരിയ ഇതിൻ്റെ അകത്ത് വേറെ ഒരു ഇൻറ്റേർണൽ മൂവ്സ് ഉണ്ടാവുള്ളൂ. അത് കൗണ്ട് ചെയ്യരുത്, അത് മാറിപ്പോകരുത്, അത് മാറിപ്പോകരുത്. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ ഒരു ഏരിയസ് നിങ്ങൾ കൗണ്ട് ചെയ്യും, പക്ഷെ അത് ഇതിൻ്റെ ഇൻറ്റേർണൽ പാർട്ടാണ്, അത് ട്രയാങ്കിളുടെ ഇൻറ്റേർണൽ പാർട്സ് ആണ്. ബട്ട് ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ഈ തേർഡ് വേവിൻ്റെ മേജർ തേർഡ് വേവിൻ്റെ ഹൈ ക്രോസ് ചെയ്യുമ്പോഴത്തേക്ക് അപ്പോൾ കൗണ്ടിങ് തുടങ്ങുന്നത് ഇവിടെ നിന്ന് കൗണ്ട് ചെയ്യണം. ദാറ്റ് മീൻസ് 1, ദാറ്റ് മീൻസ് ഈ വേവിടെ ഹൈ ക്രോസ് ചെയ്തു. ഇതാണെന്ന് നമ്മൾ 5th 1 ഇതാണ്, ഇത് 2 ആണ്. ബാക്കി ഇൻറ്റേർണൽ ഇത് കൗണ്ട് ചെയ്യില്ല. ഇവിടെ വേറെ എന്തെങ്കിലും നടക്കുന്നത് കൗണ്ട് ചെയ്യില്ല. ഇത് ഈ ഹൈ ഏതാ വേവ് ക്രോസിന് അതാണ് തേർഡ്, അതായിരിക്കും തേർഡ്, പിന്നെ 4th and 5th. ഇങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാവും. ചിലപ്പോൾ ന്യൂ സബ്സ്ക്രൈബേഴ്സ് കൺഫ്യൂഷൻ ഉണ്ടാവും, ഓൾഡ് സബ്സ്ക്രൈബേഴ്സിന് ചാൻസസ് കുറവാണ്. അത് ശ്രദ്ധിക്കുക. അത് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവുമെങ്കിലും പക്ഷേ ഈ ഇൻറ്റേർണൽ കൗണ്ട് ചെയ്യാൻ നേരത്തെ ഇവിടെ നിന്ന് വേണം കൗണ്ട് ചെയ്യാൻ, അത് മറക്കരുത് കേട്ടോ. അതാണ് എനിക്ക് കൂടുതലായിട്ട് ഇത് പറയാനുള്ളത്. അത് ഒരു ലേണിംഗ് തന്നെയാണ്. ഇതിങ്ങനെ ആയിരിക്കും. ഈ ട്രയാങ്കിളുടെ അകത്ത് 5 മൂവ്സ് ABCD എഴുതി, അതായിരിക്കും ഇങ്ങനെ ആയിരിക്കും ട്രയാങ്കിളുടെ അകത്ത്. ബട്ട് ട്രയാങ്കിളുടെ അകത്തിൻ്റെ മൂവ് ഇങ്ങനെയാണ്. ബട്ട് അത് ഇതിൻ്റെ ഹൈ ലോ ക്രോസ് ചെയ്യുന്നില്ല. ഏത് മേജർ ഇവിടെ നിന്ന് വരണ ഇതിൻ്റെ ഈ ഒരു ബിഗ് നമ്മുടെ ഈ ഒരു വേവിൻ്റെ ഹൈയും ലോ ഏതൊന്നും ഈ പാട്ടൊന്നും നമ്മൾ മറ്റേ ക്രോസ് ചെയ്യുന്നില്ലല്ലോ. ഹൈ ബ്രേക്ക് ചെയ്യുന്നില്ല, ലോവും ബ്രേക്ക് ചെയ്യുന്നില്ല. ഓക്കെ, പിന്നെ ഇവിടുന്ന് ഒരു ഹൈ മുകളിലേക്ക് പോകുമ്പോഴത്തേക്ക് ആ ഒരു വേവ് ഇതിൻ്റെ ഹൈ ക്രോസ് ചെയ്യുമ്പോഴത്തേക്ക് അപ്പോഴാണ് നമുക്ക് കൺഫർമേഷൻ കിട്ടുള്ളൂ ബ്രേക്ക് ഔട്ടും ആയി. ആൻഡ് അത് തേർഡാണ്. ഓക്കെ, ദെൻ പിന്നെ തേർഡ് പോയിട്ട് പിന്നെ റീട്രേസ്മെൻറ്റ്, ചിലപ്പോൾ ഇതിൻ്റെ റീടെസ്റ്റ് എടുക്കാൻ വരും, പിന്നെ ബൂം 5th. അപ്പോഴാണ് 5 മൂവ്സ് കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ, ഹോപ്പ് ഇഷ്ടമായിട്ടുണ്ടാവും, മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ടിന് കമൻറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇതിന് സെപ്പറേറ്റ് ഒരു വീഡിയോ ഞാൻ ഉണ്ടാക്കേണ്ടി വരും. പക്ഷേ ഓക്കെ, സോ ഇനി ബാനിഫിറ്റി അനാലിസിസ് കിടക്കാൻ വേഗം. വീഡിയോ ഒത്തിരി ലോങ് ആയി, ഐ എം സോ സോറി. ബട്ട് യെസ്, ഇതാണ് മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ. ഇത് പ്രോപ്പർലി ആണ്, എനിക്കത് തന്നെ പറയുള്ളൂ. എന്ന് വെച്ചാൽ നമുക്ക് എലീറ്റ് വ്യൂ തിയറി പ്രോപ്പർലി ഒത്തിരി പേർ എനിക്ക് പേഴ്സണൽ മെസ്സേജൊക്കെ അയച്ചിട്ട് അങ്ങനെ പറയാറുണ്ട്, യൂട്യൂബിലായാലും ടെലിഗ്രാമിലൊക്കെ. താങ്ക് യു സോ മച്ച്. നിങ്ങൾ കാരണം അങ്ങനെ, ഞാൻ കാരണം ഒന്നുമില്ല. എലീറ്റ് വ്യൂ തിയറി ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും എനിക്ക് വലിയൊരു താങ്ക്സ് ആണ് പറയാനുള്ളത്. നിങ്ങളെല്ലാവരും എലീറ്റ് വ്യൂ തിയറി പഠിച്ചുകൊണ്ടിരിക്കുക. എലീറ്റ് വ്യൂ തിയറി ഞാനും പഠിച്ചതാണ്, റൈറ്റ്? ഞാനും പല ബുക്സും യൂട്യൂബ്സും അവിടെ എന്തൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്, സ്റ്റിൽ പഠിച്ചുകൊണ്ടിരിക്കുക. കാരണം വെച്ചാൽ എലീറ്റ് വ്യൂ തിയറി ഒത്തിരി പഠിക്കാനുള്ളതാണ്. സോ നിങ്ങൾ എലീറ്റ് വ്യൂ തിയറി പഠിച്ചിട്ട് നിങ്ങൾ പ്രോഫിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ പ്രോഫിറ്റാണ്, നിങ്ങളുടെ ലോസാണ്. എന്താ വെച്ചാൽ നിങ്ങളുടെ തന്നെയാണ്, എൻ്റെ ഒന്നുമില്ല. കാരണം വെച്ചാൽ ഞാൻ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എലീറ്റ് വ്യൂ തിയറിയിലാണ്. വേറെ ബാക്കി ലെവൽസ് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നേ ഇല്ല. ലെവൽസ് ഷെയർ ചെയ്തിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ ലെവൽസ് എപ്പോഴും ലെവൽസ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല. മേജർ സപ്പോർട്ടിനെസ് നമുക്ക് ഓക്കെ, ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് വേവാണ്. മേജർ സപ്പോർട്ടിന് ലെവൽസ് മാത്രമേ ഞാൻ ഡിസ്കസ് ചെയ്യുള്ളൂ. ബാക്കിയൊക്കെ ഇൻറ്റേർണൽ മൂവ്സ് അതിൻ്റെ ആ ബേസിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് കൊടുക്കുന്നത് നിങ്ങളാണ്, ഞാനല്ല. സോ ഇതാണ് എലീറ്റ് വ്യൂ തിയറി. പഠിക്കുക, എല്ലാവരും പഠിക്കുക. മാക്സിമം നിങ്ങൾ കലീഗ്സിന്, നിങ്ങൾ ഒത്തിരി ഫ്രണ്ട്സൊക്കെ ഉണ്ടാകും റിലേഷൻസിൽ, ഓർ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക്, വാട്സപ്പ് ഗ്രൂപ്പിലോ ടെലിഗ്രാം ഗ്രൂപ്പ്, അവരുടെ എല്ലായിടത്തും മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യണം. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി വേഗം ഞാൻ ബാനിഫിറ്റ് ലാസ്റ്റ് വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഫ്ലാറ്റ് കറക്ഷൻ്റെ ആണ് ഇത്. കണ്ട പ്രോപ്പർലി ഫ്ലാറ്റ് കറക്ഷൻ. ലാസ്റ്റ് വീഡിയോ ബാനിഫിറ്റ് കണ്ടിട്ടില്ലെങ്കിൽ കാണണം. ഈ ഒരു ഇത് കണ്ട, ഇതാണ് ഞാൻ അന്ന് ഇങ്ങനെ കോപ്പി എടുത്തിട്ട് ക്ലോൺ ഇങ്ങനെ എടുത്തിട്ട് താഴേക്ക് കൊണ്ടുവന്ന് നിർത്തിയത്. ഓക്കെ, ഇതാണ് എലീറ്റ് വ്യൂ തിയറി. ദാറ്റ് മീൻസ് നമുക്ക് ഓൾറെഡി നമുക്ക് എക്സാക്ട്ലി നമുക്ക് ഇങ്ങനത്തെ ഒരു ഐഡിയ നമുക്ക് കിട്ടും. ദാറ്റ് മീൻസ് പ്രൈസ്
മാക്സിമം ഇവിടെ വരെ പോകാനുള്ള ചാൻസസ് ഉണ്ടാകും. അത് ഫ്ലാറ്റ് കറക്ഷൻ എന്ന് പറയാം. അത് ടിപ്പിക്കൽ പാർട്ടാണ്. ബേസിക് ആദ്യം ക്ലിയർ ആവട്ടെ, എന്നിട്ട് നമുക്ക് ടിപ്പിക്കലേക്ക് പോകാം. ഓക്കെ, അപ്കമിങ് ടൈമിൽ നമുക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, സോ ബാങ്ക് നിഫ്റ്റിയിൽ എനിക്ക് ഇനി വേറെ ഒന്നും പറയാനില്ല. ഇത് ഞാൻ ഡിലീറ്റ് ചെയ്തേക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈനാണ്. റൈറ്റ്, ഇത് ഇങ്ങനെയാണ്. ഈ ഒരു റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈനാണ് ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ കാണുന്നത്. അത് നമുക്ക് ബ്ലാക്ക് ആക്കി മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, ആൻഡ് ബാങ്ക് നിഫ്റ്റിയും സെയിം തന്നെ പോയേക്കാനാണ് നിഫ്റ്റിയുടെ പോലെ തന്നെ. ഐ തിങ്ക് താഴേന്ന് യെസ് എക്സാക്ട്ലി അത് തന്നെ. ഇവിടെ ഇതും ട്രാങ്കിൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ബാങ്ക് നിഫ്റ്റിയും നിഫ്റ്റിയുടെ പോലെ തന്നെ ട്രാങ്കിൾ ഉണ്ടാക്കുന്നുണ്ട്. ട്രാങ്കിൾ മീൻസ് ഓൾമോസ്റ്റ് എൻഡ് ഓഫ് ദ ബുള്ളിഷ് സ്ട്രക്ചർ ഓർ ദാറ്റ് ഇസ് സ്ട്രക്ചർ. ഓക്കെ, സോ ഫിഫ്ത്തിലേക്ക് എൻറ്റേർഡ് ചെയ്യാൻ പോവാം. ഓക്കെ, ഫിഫ്ത്തിലേക്ക് എൻറ്റേർഡ് ചെയ്യാൻ പോവാണ്. ശ്രദ്ധിക്കുക എല്ലാവരും കൂടി. താഴേന്ന് വരുന്ന പ്രൈസിൻ്റെ 1, 2, 3 ആയി 4th കംപ്ലീറ്റ് ചെയ്യാൻ പോവുക. ആൻഡ് ദെൻ 5th എൻറ്റേർഡ് ചെയ്യാൻ പോവുക. ദാറ്റ് മീൻസ് ഇനി ഇവർ ഓൾമോസ്റ്റ് ബുക്ക് ചെയ്യാൻ പോവുക പ്രൈസ്, ഓൾമോസ്റ്റ് നിർത്താൻ പോവുക പ്രൈസ്. ഓക്കെ, 5th ആയിക്കഴിഞ്ഞാൽ 5th കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ തിരിച്ച് വരാൻ തുടങ്ങും. തിരിച്ച് വരുമ്പോഴത്തേക്ക് താഴേക്ക് 1, 2, 3 കൗണ്ട് ചെയ്യുക. തിരക്ക് പിടിക്കേണ്ട ആരും, സമയം എടുക്കുക. ആദ്യം മാർക്കറ്റ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ടോ എന്ന് ഇത് മനസ്സിലാക്കിയെടുക്കുക. എന്നിട്ട് വെപ്രാളം പിടിച്ചാൽ മതി എല്ലാവരും. കാരണം വെച്ചാൽ പിന്നെ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നും. പക്ഷേ അത് ചില സമയത്ത് മാർക്കറ്റ് ഒത്തിരി ട്രാപ്പ് ചെയ്യും. നമ്മളെ കൗണ്ടിങ് ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞല്ലോ, ഈ കൗണ്ടിങ് റെഗുലർ വ്യൂവേഴ്സ്ക്ക് മാത്രമേ അറിയുള്ളൂ. തേർഡ് വേവ് എക്സ്റ്റൻഷനിൽ പോകാറുണ്ട്. തേർഡ് വേവിൽ 5 മൂവ്സ് ഉണ്ടാവും. 1, 2, 3, 4, 5. ലൈവ് മാർക്കറ്റിൽ എനിക്കും അറിയില്ല അത്. ഞാനുള്ള കാര്യം പറയുള്ളൂ. ലൈവ് മാർക്കറ്റ് എനിക്ക് എക്സാക്ട്ലി അത് അറിയാൻ പറ്റത്തില്ല. ഇത് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കാണ് ഞാനും പ്രോപ്പർലി എനിക്കും അത് കഴിഞ്ഞിട്ടേ എനിക്ക് പിടികിട്ടുള്ളൂ. ദാറ്റ് മീൻസ് സെക്കൻഡ് വേവിൻ്റെ ഫോൾ അത്ര തന്നെ ഫോൾ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല, വേറെ ഒന്നും കാണുന്നില്ല. ബാക്കിയെല്ലാം റീട്രേസ്മെൻറ്റാണ് കാണുന്നത്. ദാറ്റ് മീൻസ് പ്രൈസ് അവർ ട്രാങ്കിൾ പോലെ ഫോം ചെയ്ത് 3 കറക്ഷൻ ഫോം ചെയ്യുന്നു. 4th വേവിൽ അങ്ങനെ മോസ്റ്റ്ലി അങ്ങനെയാണല്ലോ ഫോം ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ്? സോ ദാറ്റ് മീൻസ് നമ്മുടെ കൗണ്ടിങ്ങിൽ ഇവിടെ മിസ്റ്റേക്ക്. ദാറ്റ് മീൻസ് തേർഡ് വേവ് എക്സ്റ്റൻഷനിലായിരുന്നു. നമ്മുടെ തന്നെ ഒരു മിസ്റ്റേക്ക് എവിടെയാണ്? പ്രൈസ് ബുള്ളിഷ് തന്നെയാണ്. അത് ബാക്കി ഒക്കെ നമ്മുടെ കറക്റ്റ് ആയിരിക്കും. നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റും. ഇപ്പോൾ 4th വേവിൽ നമ്മൾ 3rd കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ 4th താഴേക്ക് ഒരു ഫോൾ വരുമ്പോഴത്തേക്കും നമുക്കറിയാൻ പറ്റും. താഴേക്ക് വരുന്ന ഫോൾ റീട്രേസ്മെൻറ്റ് ഫോളാണ്. സ്ലോ ആയിരിക്കും ചിലപ്പോൾ, ബട്ട് കുറച്ചേ ഉണ്ടാവുള്ളൂ. ഓൾമോസ്റ്റ് സെക്കൻഡ് വേവിയുടെ അത്ര ഉണ്ടാവുള്ളൂ. സെക്കൻഡ് വേവിൻ്റെ ഫോൾ എത്രയാണ് അത്ര തന്നെ ഫോളോ ഇതിൻ്റെ ഉണ്ടാവും. പിന്നെ 4th എന്താ പാറ്റേൺ വേണ്ടത്? നമുക്ക് 3rd എക്സ്റ്റൻഷനിലാണെങ്കിൽ 4th ഒരു ട്രാങ്കിൾ തന്നെ വരണം. ഓക്കെ, 3rd എക്സ്റ്റൻഷനിലാണ്. അല്ലെങ്കിൽ 4th പിന്നെ 333 കറക്ഷൻ വരും. പക്ഷേ അത് എക്സ്റ്റൻഷനിലാകുമ്പോഴത്തേക്ക് വരാൻ ചാൻസ് കുറവാണ്. കാരണം വെച്ചാൽ റീട്രേസ്മെൻറ്റ് 333 കറക്ഷൻ എന്ന് പറഞ്ഞാൽ ഒത്തിരി റീട്രേസ്മെൻറ്റ്, ഒത്തിരി കൺസൾട്ടേഷൻ, ഒത്തിരി താഴേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതാണ് 333 കറക്ഷൻ്റെ റൂൾ. അത് വേറെ വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. അത് മസ്റ്റായിട്ട് കാണുന്നില്ല. ഇനി വേഗം ഞാൻ സമയം കളയുന്നില്ല. വേഗം നമുക്ക് ഇതിൻ്റെ ഇതാണ് ഹൈ റെസിസ്റ്റൻസ് ആണ് 3rd വേവിൻ്റെ ഹൈ. ഓക്കെ, ആൻഡ് സപ്പോർട്ട് 4th വേവിൽ ലോ ആണ് സപ്പോർട്ട്. അത് ഗ്രീനാക്കി മാർക്ക് ചെയ്ത് വെച്ചേക്കണം. ഇതാണ് ഇപ്പോൾ. സോ മണ്ടേത്തേക്ക് എന്താ എക്സ്പെക്ട് ചെയ്യണത്? ഫ്ലാറ്റ് ഓപ്പണിംഗ് ആൻഡ് ദെൻ വീണ്ടും സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് മുകളിലേക്ക് കയറണം. ഈ ലോ ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ ഇൻ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി ബോത്ത് ഈ ലോ ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ ഓക്കെ. സോ ആൻഡ് 5th ടാർഗറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. 5th ടാർഗറ്റ് ഇങ്ങനെ തന്നെ എടുക്കാവുള്ളൂ. ഓക്കെ, 5th ടാർഗറ്റ് ഈ നോർമൽ കേസസിൽ 127%, 141.040 ആൻഡ് 161.80% എന്തായാലും മാർക്കറ്റ് അടിച്ചിരിക്കും. അങ്ങനെ ഇൻ കേസ് ഡയറക്റ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ റൈറ്റ് അങ്ങനെ ഉണ്ടാവാം. ചോദിക്കുക. ക്വസ്റ്റ്യൻസ് മസ്റ്റായിട്ട് ചോദിക്കണം. എനിക്കൊരു ഇഷ്യൂ അല്ല, എല്ലാവരും ചോദിക്കുക. സോ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ എന്തായിരിക്കും? ഇത് 1 ആയി, ഇത് 2 ആയി, ആ ഗ്യാപ്പ് 3rd ആയി, 4th റീട്രേസ്മെൻറ്റ് ആൻഡ് 5th വീണ്ടും മുകളിലേക്ക്. ഓക്കെ, അങ്ങനെ ആയിരിക്കും പിന്നെ മൂവ്. ഓക്കെ, ഇനി സെൻസെക്സ് പോകാം. വീഡിയോ ഒത്തിരി ലോങ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. ഐം സോ സോറി. ഇതിൻ്റെ ഹൈ സെയിം നിഫ്റ്റിയുടെ പോലെ തന്നെ, എനിക്കൊന്നും പറയാനൊന്നുമില്ല. ഇതും ട്രാങ്കിൾ തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഫുൾ എക്സ്പ്ലനേഷൻ ഓൾറെഡി ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ കൊടുത്തിട്ടുണ്ട്. പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണം. താങ്ക് യു സോ മച്ച്. ഇന്നത്തെ വീഡിയോയിൽ ഒത്തിരി ലൈക്സ് ഉണ്ടായിരുന്നു. ആൻഡ് ഇതേപോലെ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ബേസ് നമ്മുടെ അതാണ്. പിന്നെ നിഫ്റ്റിയിൽ എനിക്കൊരു കാര്യം പറയാനുള്ളതാണ്. സോ സോറി, ഈ നിഫ്റ്റിയിൽ പോകട്ടെ വേഗം. കാരണം വെച്ചാൽ എൻ്റെ റെഗുലർ വ്യൂവേഴ്സ് മസ്റ്റായിട്ട് അവർ വെയിറ്റിങ്ങിലായിരിക്കും ചിലപ്പോൾ. എനിക്ക് പറയാനുള്ളത് ഓവർ ബുളിഷ് ആരും ആവേണ്ട. ഈ ബിഗർ ടൈം ഫ്രെയിം അനാലിസിസ് ഞാൻ വിട്ടുപോയി. ബിഗർ ടൈം ഫ്രെയിം അനാലിസിസ് ഇത് 1, 2, 3 ഇത് ഡിഗ്രി ഫോൾ തന്നെയാണ് കേട്ടോ. ഡിഗ്രി ഫോൾ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് മാർക്കറ്റ് ഇപ്പോൾ പോയത് എങ്ങനെയാണ്? ABC കറക്ഷനിലൊക്കെയാണ്. ABC കറക്ഷൻ, യെസ്. ഇത് A, ഇത് B, ഇത് സിയുടെ കംപ്ലീറ്റ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ഇങ്ങനെയൊക്കെ സി ആണെങ്കിൽ സ്റ്റിൽ മാർക്കറ്റ് ABC ആയി കഴിഞ്ഞാൽ ഇത് A ആണ്. മേ ബി ബിയുടെ ബൗൺസ് ആൻഡ് മീഡിയം C. ദാറ്റ് മീൻസ് ഇത് 4th അല്ല,
ഫോർത്ത് ആണെങ്കിൽ ഇവിടെ തന്നെ റിവേഴ്സ് ആവേണ്ടതായിരുന്നു. ഇനി അത് ഫോർത്ത് അല്ല, ഇത് വരുന്ന ഐ തിങ്ക് ഇത് ബൗൺസ് ആണ്. സോ വെയിറ്റ് ചെയ്യുക, ഡിഗ്രി ഫോൾ ആവാൻ ചാൻസ് കുറവാണ്. ഡിഗ്രി ഫോൾ അല്ലെങ്കിൽ ഇതിൻ്റെ അബവ് പ്രൈസ് മാർക്കറ്റ് ഫസ്റ്റ് റെഗുലർ ബേസിസ് സസ്റ്റെയിൻ ആവണം, അപ്പോഴേ ബുള്ളിഷ് ആവുള്ളൂ. അല്ലെങ്കിൽ ബിഗ് ടൈം ഫ്രെയിം ഞാനിപ്പോൾ ബുള്ളിഷ് അല്ല. ഞാനിപ്പോൾ കാണുന്നത് ഇവിടെ എന്താണ്, കൺസൾട്ടേഷനാണ് ഞാനിപ്പോൾ കാണുന്നത് ബിഗ് ടൈം ഫ്രെയിമിൽ. ദാറ്റ് മീൻസ് പ്രൈസ് ഇവിടെ നോർമൽ ഫിബൊനാച്ചി വെക്കുകയാണെങ്കിൽ സോ ഈ ഒരു ഏരിയ ഫുൾ റെസിസ്റ്റൻസ് ആണ്. 61.80% ആൻഡ് 81.20% ഈ ഒരു ഏരിയ ഫുൾ റിജക്ഷൻ സോണാണ് മാർക്കറ്റ് ഈ ഒരു ഏരിയ. ഓക്കെ, ഞാനിത് ഡിലീറ്റ് ചെയ്യട്ടെ. സോ മാർക്കറ്റ് ഇതിൻ്റെ അബവ് പോകാൻ ചാൻസസ് റെയർ ആണ്. സോ ഇത് ഡിഗ്രി ഫോൾ തന്നെയാണ് എനിക്ക് തോന്നുന്നു. ബിഗർ ടൈം ഫ്രെയിമിൻ്റെ ഡിഗ്രി ഫോൾ, ബിഗർ ടൈം ഫ്രെയിമിൽ കൺഫ്യൂസ് ആവില്ല. ബൗൺസ് വന്നാൽ ഇവിടെ നിന്ന് റിജക്ഷൻ എടുക്കാനുള്ള ചാൻസസ് വരും ഈ ഒരു ഏരിയയിൽ. ആദ്യം 804 തന്നെ അവർ ക്രോസ് ചെയ്യട്ടെ. 804 അബവ് ഈസി ചാൻസസ് അല്ല. സോ ഇതുവരെ എന്താണ് ഞാനിപ്പോൾ കാണുന്നത്, മാർക്കറ്റ് ഫുള്ളി ഇതിൻ്റെ അകത്ത് ഇവിടെ കൺസൾട്ടേഷൻ ഹൈ ലോ ഇങ്ങോട്ട് തന്നെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. ഇൻ കേസ് ഇതിൻ്റെ അബവ് പോകാൻ തുടങ്ങിയാൽ മാത്രമേ നമുക്ക് ഫർദർ അപ്സൈഡ് ബിഗർ ടൈം ഫ്രെയിം അപ്സൈഡ് ഉള്ളൂ. അല്ലെങ്കിൽ ബിഗർ ടൈം ഫ്രെയിമിൽ ഇപ്പോൾ അപ്സൈഡ് ഒന്നും എനിക്ക് കാണുന്നില്ല. ഇപ്പോൾ ഒന്നും ഇതിനകത്തൊന്നും കാണുന്നില്ല. കാരണം വെച്ചാൽ ഇത്ര ഫോൾ വരാൻ പാടില്ലായിരുന്നു. ഇത് വന്ന ഫോൾ ഉണ്ടല്ലോ, അത് ഡിഗ്രിയുടെ ഫോളാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇത്. ഓക്കെ, സോറി, ഇടയ്ക്ക് ഞാനിത് അത് പറഞ്ഞേണ്ടി വന്നു. മിഡ് ക്യാപ് നിഫ്റ്റി പോകാം. മിഡ് ക്യാപ് നിഫ്റ്റി വല്ലാത്തൊരു ഇതാണ്. മിഡ് ക്യാപ് നിഫ്റ്റിയിൽ ഇതൊക്കെ എല്ലാം ബ്രേക്ക് ചെയ്തു. ഇനി ബുള്ളിഷ്നെസ് പറയാം. ഇപ്പോൾ ഇനി ബുള്ളിഷ്നെസ് ഇതിൻ്റെ A to Bയുടെ ഇത് ബൗൺസ്. ലാസ്റ്റ് ഒരാൾ ചോദിച്ചായിരുന്നല്ലോ മിഡ് ക്യാപ് നിഫ്റ്റിയുടെ. മിഡ് ക്യാപ് നിഫ്റ്റി നമുക്ക് ഇത് കൗണ്ട് ചെയ്യാനുള്ളത് A ആയത് Bയുടെ ബൗൺസ് ആണ്. ഞാൻ ഈ ബൗൺസിൻ്റെ കാര്യമാണ് അന്ന് ഡിസ്കസ് ചെയ്തത്. ഈ ഒരു ബൗൺസ് ഉണ്ടല്ലോ 81.20% അബവ് പോകാൻ പാടില്ല. ഓക്കെ, ഇതിൻ്റെ അബവ് പോകാൻ പാടില്ല. ഇതിൻ്റെ അബവ് പോവുകയാണെങ്കിൽ ഫർദർ ബുള്ളിഷ്നെസ് സ്റ്റാർട്ടാവും. ആ ബുള്ളിഷ്നെസ് 100%, 127% വീണ്ടും മുകളിലേക്ക് കൊണ്ടുപോകും. സോ ഇതാണ് നിങ്ങളുടെ നല്ല ഒരു റെസിസ്റ്റൻസ്. 13,545 or 50 കൂട്ടിക്ക് ഇതിൻ്റെ അബവ് ഇനി പ്രൈസ് പോകാൻ പാടില്ല. ഇത് പോവുകയാണെങ്കിൽ ബുള്ളിഷ്നെസ് ആണ്. ഇതിൻ്റെ ബില്ലും ആണെങ്കിൽ സ്ലോ ഡൗൺ സൈഡ് തന്നെ ഉണ്ടാവും. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഇത് A ആയി Bയുടെ ബൗൺസ് ആൻഡ് ഫർദർ C. ഓക്കെ, 2 സിനാരിയോ ആണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അത് ഇനി നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. എനിക്ക് കൂടുതൽ ഇതിനകത്ത് എക്സ്പ്ലനേഷൻ തരാനില്ല. ഇപ്പോൾ ഞാൻ കാണുന്നത് എങ്ങനെ A ആണ്. ഇത് Bയുടെ ബൗൺസ് ഇവിടെ A കംപ്ലീറ്റ് ആയി, Bയുടെ ബൗൺസ് ഓൺ ഗോയിങ്. റിജക്ഷൻ എടുത്തിട്ട് ഇവിടുന്ന് വെച്ചാൽ റിജക്ഷൻ എടുത്ത് താഴേക്ക് വരുവാണെങ്കിൽ C ആയിരിക്കും, സ്ലോ ഡൗൺ സൈഡ് സ്ലീവ് തന്നെ. ഓക്കെ, അപ്പോൾ 0 to B ട്രെൻഡ് ലൈൻ ഇട്ടാൽ മതി. ഓക്കെ, അപ്പോൾ അതായിരിക്കും ABC. ഇവിടെയാണോ എങ്ങനെയാണെന്ന് ചെയ്തത് അത് നോക്കുക. ABC ആ ഒരു സിറ്റുവേഷനിൽ Bയുടെ ഹൈ അതാണെങ്കിൽ 0 to Bയുടെ ട്രെൻഡ് ലൈൻ ഇങ്ങനെ ഇട്ടാൽ മതി. പിന്നെ ആ ട്രെൻഡ് ലൈൻ്റെ അബവ് പോകാൻ പാടില്ല. ഓക്കെ, മേ ബി മൺഡേ നോക്കാം നമുക്കത് അങ്ങനെ ആണെങ്കിൽ. സോ നോക്കാനുള്ളത് എന്താണ്, 13,545 അബവ് പ്രൈസ് ഇനി പോകാൻ പാടില്ല. ഇത് പോയാൽ ദാറ്റ് മീൻസ് സ്ലോ ഫർദർ അപ്പ് സൈഡ് കിട്ടും. അത് ഫർദർ അപ്പ് മൂവ് നമുക്ക് കൊണ്ടുപോകും. ഓക്കെ, സോ ഇതാണ് നിങ്ങളുടെ റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് മാർക്കറ്റ്. ഓക്കെ, സോ ചെയ്യുന്ന നെക്സ്റ്റ് വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു സോ മച്ച്.